ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഒരു സംസ്മരണമാണ്, അതായത് ഓർമ്മക്കുറിപ്പ്. പിതാക്ക പ്രായശ്ചിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണത്. അത് എഴുതിയിരിക്കുന്നത് അരുൺ ഗാന്ധിയാണ്. അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേരമകനാണ്. പിന്നെ അത് തർജ്ജമ ചെയ്തിരിക്കുന്നത് അരവിന്ദ് ഗുപ്തയാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നീങ്ങാം. ഉസ് समय में 16 वर्ष का था और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था. आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था. आश्रम दूर दराज के इलाके में था. वहाँ दूर दूर तक बस गन्ने के खेत थे. शहर से बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं थे. इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने के इंतज़ार में रहते थे. हम शहर जाने के हर मौके की तलाश में रहते जिससे हम अपने मित्रों से मिल सकें और साथ ही वहाँ के सिनेमाघर में फिल्में देख सकें. ഓക്കെ, അപ്പോൾ ഈ പാരഗ്രാഫിൻ്റെ മീനിങ് പറയാം. ഉസ് സമയമേ 16 വർഷ കാ താ. അക്കാലത്ത് ഞാൻ 16 വയസ്സുകാരനായിരുന്നു. और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था. സ്വന്തം മാതാപിതാക്കളോടൊപ്പം ദക്ഷിണാഫ്രിക്കയിൽ ഡർബനിൽ നിന്നും ഏകദേശം 18 മൈൽ ദൂരെ ഒരു ആശ്രമത്തിൽ താമസിക്കുകയായിരുന്നു അദ്ദേഹം. ആശ്രം കോ മേരെ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിത കിയാ താ. അപ്പോൾ ആശ്രമം തൻ്റെ മുത്തച്ഛൻ മഹാത്മാഗാന്ധി സ്ഥാപിച്ചതായിരുന്നു. ആശ്രം ദൂർ ദരാജ് കെ ഇലാഖെ മേം താ. ആശ്രമം ഒരു ഉൾപ്രദേശത്തായിരുന്നു. വഹാം ദൂർ ദൂർ തക് ബസ് ഗന്നെ കെ ഗേത് തേ. അവിടെ വളരെ ദൂരം വരെ കേവലം കരിമ്പിൻ തോട്ടങ്ങളായിരുന്നു. ഗന്നേന്ന് വെച്ചാൽ ഗന്നേക്ക് ഗേത്ത് എന്ന് വെച്ചാൽ കരിമ്പിൻ തോട്ടങ്ങൾ. ഷഹർ സെ ബഹുത് ദൂർ രഹനെ കെ കാരൻ വഹാ ഹമാരെ കോയ് പഡോസി നഹീ തി. അതായത് പട്ടണത്തിൽ നിന്നും വളരെ ദൂരം താമസിക്കുന്നത് കാരണം അവിടെ അവർക്ക് ഏതെങ്കിലും അയൽക്കാരുണ്ടായിരുന്നില്ല. ഇസ്ലിയെ മേ ഓർ മേരി 2 ബഹിനെ ഹമേഷ ഷഹർ ജാനേക്ക് ഇന്തസാർ മേ രഹത്തെ തെ. ഇക്കാരണത്താൽ ഞാനും എൻ്റെ 2 സഹോദരിമാരും എല്ലായ്പ്പോഴും പട്ടണത്തിൽ പോകുന്നതിന് കാത്തിരിക്കുമായിരുന്നു. ഹം ഷഹർ ജാനേക്ക് ഹർ മോക്കേക്ക് തലാഷ് മേ രഹത്തെ. ഞങ്ങൾ പട്ടണത്തിൽ പോകാനുള്ള ഓരോ അവസരത്തിനുമുള്ള അന്വേഷണത്തിലായിരിക്കും. ജിസ്സെ ഹം അപ്നെ മിത്രോं से मिल सके और साथ ही वहाँ से सिनेमाघर में फिल्म देख सके. അതിലൂടെ ഞങ്ങൾക്ക് സ്വന്തം സുഹൃത്തുക്കളെ കാണാനാവും, അതോടൊപ്പം തന്നെ അവിടുത്തെ സിനിമാശാലയിൽ നിന്ന് സിനിമ കാണാനുമാവും. ഇതാണ് പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫിൽ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. उनकी वहाँ पूरे दिन की एक मीटिंग थी. मुझे ऐसे ही मौके की तलाश थी क्योंकि मैं शहर जा रहा था. माँ ने मुझे सामान लाने की एक लंबी लिस्ट थमा दी. शहर में मुझे पूरा दिन बिताना था, इसलिए पिताजी ने मुझसे वहाँ कई बकाया कामों को पूरा करने को कहा. इसमें कार की सर्विसिंग भी शामिल थी. അതെന്താണെന്ന് വെച്ചാൽ एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊँ. ഒരു ദിവസം പിതാവ് പറഞ്ഞു അദ്ദേഹത്തെ കാറിൽ പട്ടണത്തിൽ കൊണ്ടുപോകണമെന്ന്. ഉൻകി വഹാ പൂരേ ദിൻകി എക് മീറ്റിംഗ് തീ. അദ്ദേഹത്തിന് അവിടെ മുഴുവൻ ദിവസത്തെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മുझे ऐसी ही मौके की तलाश थी. ഞാൻ അത്തരം അവസരത്തിനായി അന്വേഷിക്കുകയായിരുന്നു. ക്യോങ്കി മേ ഷഹർ ജാ രഹാ താ. എന്തുകൊണ്ടെന്നാൽ ഞാൻ പട്ടണത്തിൽ പോവുകയാണ്. മാനെ മുझे സാമാൻ ലാനേക്ക് एक ലംബി ലിസ്റ്റ് दी. അപ്പോൾ അമ്മ എനിക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ഒരു നീണ്ട ലിസ്റ്റ് ഏൽപ്പിച്ചു. ഷഹർ മേ മുझे പൂരാ ദിൻ ബിതാനാ താ. അപ്പോൾ പട്ടണത്തിൽ എനിക്ക് ദിവസം മുഴുവൻ ചെലവഴിക്കണമായിരുന്നു. इसलिए पिताजी ने मुझसे वहाँ कई बकाया कामों को पूरा करने को कहा. അതിനാൽ പിതാവ് എന്നോട് അവിടെ പല അവശേഷിച്ച ജോലികളും പൂർത്തീകരിക്കാൻ പറഞ്ഞു. ബക്കായ കാം എന്ന് വെച്ചാൽ അവശേഷിച്ച ജോലികൾ കേട്ടോ. इसमें कार की सर्विसिंग भी शामिल थी. ഇതിൽ കാറിൻ്റെ സർവീസിങ്ങും ഉൾപ്പെടുമായിരുന്നു. ഓക്കെ, मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. बताए गए कामों को फटाफट निपटाने के बाद मैं झट से सिनेमाघर में घुस गया. वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. मैं झटपट गैरेज पहुँचा. वहाँ से कार लेकर जब मैं पिताजी के पास पहुँचा तब तक शाम के 6 बज चुके थे. पिताजी बेसब्री से मेरा इंतज़ार कर रहे थे.
അതായത് मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. ഞാൻ പിതാവിനെ മീറ്റിംഗ് സ്ഥലത്ത് വിട്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് 5 മണിക്ക് അവിടെ തന്നെ വരാൻ പറഞ്ഞു. बताए गए कामों को फटाफट निपटाने के बाद में जट से सिनेमाघर में घुस गया. അപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്ത് അദ്ദേഹം ഉടനെ തന്നെ സിനിമാശാലയിൽ പ്രവേശിച്ചു. वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा. അപ്പോൾ അവിടെ ജോൺ ബെന്നിൻ്റെ രസകരമായ സിനിമ കണ്ട് എനിക്ക് സമയബോധം തികച്ചും ഉണ്ടായില്ല. और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. ശ്രദ്ധയുണ്ടായപ്പോൾ വൈകുന്നേരം 5:30 മണിയായിരുന്നു. मैं झट पर गैरेज पहुंचा. അപ്പോൾ ഞാൻ വേഗം തന്നെ ഗാരേജിലെത്തി. वहाँ से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बज चुके थे. അവിടെ നിന്നും കാറെടുത്ത് പിതാവിൻ്റെ അടുത്തെത്തിയപ്പോൾ വൈകുന്നേരം 6 മണിയായിരുന്നു. പിതാജി ബേസബ്രി സെ മേരാ इंतजार कर रहे थे. പിതാവ് അക്ഷമനായി എന്നെ കാത്തിരിക്കുകയായിരുന്നു. उन्होंने उत्सुकतापूर्वक पूछा, तुम लेट क्यों हुई? उन्हें यह बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था. इसलिए मैंने कह दिया कि कार तैयार नहीं थी, इसलिए मुझे वहाँ देर हो गई. मुझे इस बात का कोई अंदाज़ा नहीं था कि पिताजी पहले ही गैरेज को फ़ोन कर चुके थे और असलियत से वाकिफ़ थे. वे मेरे झूठ को जान चुके थे पर बोले, जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझसे कोई बारी चूक हुई है. അപ്പം ഉന്നോനെ ഉത്സുകതാപൂർവ്വം പൂച്ച. അദ്ദേഹം വളരെ താല്പര്യത്തോടെ ചോദിച്ചു, तुम लेट क्यों हुई? നീ എന്താ ലേറ്റ് ആയതെന്ന്. उन्हें यह बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था. അപ്പോൾ ജോൺ ബെന്നിൻ്റെ ഒരു പാശ്ചിമി ഫിലിം കാണുക എന്നൊന്ന് പറയാൻ ഇദ്ദേഹത്തിന് വളരെയധികം ലജ്ജ തോന്നി. ഇസ്ലിയെ മേനെ കഹ ദിയാ കി കാർ തയ്യാർ നഹീ തി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കാർ ശരിയായിരുന്നില്ല എന്ന്. ഇസ്ലിയെ മുझे വഹാ ദേർ ഹോ ഗയ. അതുകൊണ്ട് ഞാൻ നേരം വൈകി. मुझे इस बात का कोई अंदाज़ा नहीं था कि पिताजी पहले ही गैरेज को फ़ोन कर चुके थे और असलियत से वाकिफ़ थे. അപ്പോൾ അച്ഛൻ ആദ്യമേ തന്നെ ഗാരേജിൽ ഫോൺ ചെയ്തിരുന്നെന്നും വാസ്തവം അറിയാമെന്നും അദ്ദേഹത്തിന് ഊഹം ഉണ്ടായിരുന്നില്ല, അങ്ങനെ അറിയുണ്ടായിരുന്നില്ല. വേ മേരെ ജൂട്ട് കോ ജാൻ ചുക്കേ തേ പർ ബോലെ. അപ്പം അദ്ദേഹത്തിന് തൻ്റെ കളവിനെ കുറിച്ച് അറിയുമായിരുന്നു. എന്നാലും അദ്ദേഹം പറഞ്ഞു, जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझसे कोई बारी चूक हुई है. അപ്പോൾ ഏത് തരത്തിലാണോ ഞാൻ നിന്നെ വളർത്തിയത് അതിൽ എന്നിൽ നിന്നും ഏതോ വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നുവെന്ന് പിതാജി പറഞ്ഞു. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. अब मैं घर तक की 18 मील की पूरी पैदल चलकर ही तय करूँगा. यह कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया. अंधेरा हो चुका था और ज़्यादातर रास्ता कच्चा था. सड़क सुनसान थी और वहाँ कोई रोशनी भी नहीं थी. मैं पिताजी को अकेला नहीं छोड़ सकता था. അതായത് मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया था. അപ്പോൾ ഞാൻ നിനക്ക് സത്യം പറയുന്നതിനുള്ള ആത്മവിശ്വാസം നൽകിയിട്ടില്ല. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूँगा. ഇപ്പോൾ ഞാൻ വീട് വരേക്കുള്ള 18 മൈൽ ദൂരം കാൽനടയായി തരണം ചെയ്യും. यह कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया. ഇതും പറഞ്ഞുകൊണ്ട് കോട്ടും സൂട്ടും ധരിച്ച ആ പിതാവ് നടത്തം തുടങ്ങി. अंधेरा हो चुका था. അപ്പോൾ ഇരുട്ട് പരന്നിരുന്നു. और ज़्यादातर रास्ता कच्चा था. ഭൂരിഭാഗം വഴിയും മോശവുമായിരുന്നു. സടക് സുൻസാൻ തീ. അതായത് റോഡ് ശൂന്യമായിരുന്നു. ഓർ വഹാ കോയി റോഷ്നി ബി നെഹി തീ. യാതൊരു വെളിച്ചവും ഉണ്ടായിരുന്നില്ല. മേ പിതാജി കോ അകേല നെഹി ചോड़ सकता था. എനിക്ക് പിതാവിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലായിരുന്നു. इसलिए 5:30 घंटे तक मैं उनके पीछे धीमी गति से कार चलाता रहा. ഇക്കാരണത്താൽ 5.5 മണിക്കൂർ വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ മന്ദഗതിയിൽ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. എൻ്റെ കളവിന് അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്നു. उस दिन मैंने जीवन का एक अहम निर्णय लिया. അപ്പോൾ അന്നേ ദിവസം ഞാൻ ജീവിതത്തിലെ ഒരു പ്രധാന തീരുമാനമെടുത്തു. मैं कभी भी झूठ नहीं बोलूँगा. ഞാൻ ഒരിക്കലും കളവ് പറയുകയില്ല എന്ന്.
नेक्स्ट पैराग्राफ। मैं अक्सर इस घटना के बारे में सोचता हूँ, अगर पिताजी ने मुझे अन्य पालकों की तरह सज़ा दी होती तो क्या मैंने कोई सबक सीखा होता? शायद नहीं। सज़ा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती, परंतु इस अहिंसक घटना का मेरा ऊपर बहुत गहरा असर हुआ। मुझे लगता है जैसे वह घटना कल ही घटी हो। अहिंसा की यही शक्ति है. അതായത് मैं अक्सर इस घटना के बारे में सोचता हूँ, ഞാൻ മിക്കവാറും ഈ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. अगर पिताजी ने मुझे अन्य पालकों की तरह सज़ा दी होती तो क्या मैंने कोई सबक सीखा होता? അഥവാ പിതാവ് എന്നെ മറ്റ് രക്ഷിതാക്കളെ പോലെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും പാഠം പഠിക്കുമായിരുന്നോ എന്ന് അദ്ദേഹം പറയണം. शायद नहीं, ഒരു പക്ഷേ ഇല്ല. सज़ा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती. ശിക്ഷിക്കപ്പെട്ടിരുന്നാലും ഒരു പക്ഷേ കളവ് പറയുന്ന എൻ്റെ ശീലം മാറുമായിരുന്നില്ല. परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. പക്ഷേ ഈ അഹിംസാത്മകമായ സംഭവം എന്നിൽ ആഴത്തിൽ സ്വാധീനിച്ചു. मुझे लगता है जैसा यह घटना कल ही घटी हो. എനിക്ക് തോന്നുന്നു ഈ സംഭവം ഇന്നലെ നടന്നതാണെന്ന്. അഹിംസയ്ക്ക് യഹി ശക്തി ഹെ, അഹിംസയുടെ ശക്തി ഇതാണെന്ന്. അപ്പോൾ ഈ ഒരു ഓർമ്മക്കുറിപ്പിൽ ഇതാണ് അദ്ദേഹം അഹിംസയുടെ ശക്തിയെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്.